ആളെന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി എനിക്കിപ്പോ നാട്ടുകാരുടെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും എന്റെ ഫ്രണ്ട്സ് ആണേലും എല്ലാവരും. ഹലോ ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദാചാര ചേച്ചി വീണ്ടും വന്നിട്ടുണ്ട് ന്യായീകരണങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ എയറിലാണ് പുള്ളിക്കാരി. അവരെ വീണ്ടും ബഹിരാകാശത്തേക്ക് വിടാൻ വേണ്ടി ഒരുത്തൻ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അതൊന്നും എന്റെ കൺസേൺ അല്ലാതെ ചേച്ചി പറഞ്ഞ 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. ഒന്ന്, ചേച്ചി പറഞ്ഞത് സൈബർ ബുള്ളിങ് നേരിടുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ആ ചേച്ചിയെ പേഴ്സണലി കമന്റ് ചെയ്ത് വൃത്തിയായിട്ട് പറയുന്നതോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. നിങ്ങൾക്ക് ഇത് സൈബർ യുഗമാണ്. ചേച്ചി പറഞ്ഞത് സൈബർ യുഗമാണ് ചേച്ചി. സദാചാരം വീട്ടിലാവാം, പൊതുസ്ഥലത്തിൽ സദാചാരമായാൽ ഇങ്ങനെയൊക്കെയുള്ള സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് ചേച്ചി പറയുമ്പോൾ ഈ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരവിടെ പ്രകൃതി വിരുദ്ധമൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നത്. 2, അവർ ഭാര്യയും ഭർത്താവുമാണെന്നും ആ പുള്ളി വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും ചിരി വന്ന കാര്യം ഇതാണ്. എന്താണ് സത്യമെന്ന് എനിക്ക് മാത്രമേ അറിയൂ, നാട്ടുകാർക്ക് അറിയില്ല എന്ന് ചേച്ചി പറയുന്നുണ്ട് അതിനകത്ത്. അതായത് പുള്ളിക്കാരി കണ്ട കാര്യം എന്താണെന്ന് പുള്ളിക്കാരിക്ക് മാത്രമേ അറിയൂ. നമ്മളൊക്കെ, അതായത് നാട്ടുകാരൊക്കെ പറയുന്നത് ആ വീഡിയോയിൽ അവൻ എന്ത് പറഞ്ഞു അതാണ് നമ്മളൊക്കെ പറയുന്നതെന്ന്. ഈ നാട്ടുകാർക്ക് ഇത് അറിയണമെന്ന് ഒരു താല്പര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് മെയിൻ കാര്യം. പിന്നെ ഇത് നിങ്ങളാണിത് ഈ ന്യായീകരിച്ചും എഴുതുന്നത്. കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ നാട്ടുകാരൊന്നും പൊട്ടന്മാരല്ല. എന്താണ് നിങ്ങൾ കണ്ടതെന്ന്, അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ടതെന്നും, ഇനി അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ ന്യായീകരിച്ചും എഴുതുന്നതിന് എന്തിനാണെന്നും നമുക്ക് മനസ്സിലായി. കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. സോ ചേച്ചി ആളുകളെ വിളിച്ചു കൂട്ടി